പഴയ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ്റെ നവകേരള യാത്രയിൽ ആലപ്പുഴയിൽ വെച്ച് 2 യുവാക്കളെ മൃഗീയമായി മർദ്ദിച്ച് അതിലൊരാളെ അടിച്ച് MLA ആക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേയില്ല. പക്ഷേ അതുവരെ സംഭവിപ്പിച്ച 2 വ്യക്തികളാണ് സന്ദീപും അനിൽകുമാറും പോലീസിലുള്ളവർ. അന്നേ തന്നെ പറഞ്ഞിരുന്നു, അതവരുടെ ജോലിയുടെ ഭാഗമല്ല. അവരുടെ ജോലി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നോക്കേണ്ടതാണ്. ഇത് അന്ന് തന്നെ പറഞ്ഞതാണ്. എന്തായാലും അങ്ങനെ അടി കൊണ്ടതുകൊണ്ട് ഒരാൾക്ക് ഒരു ഗുണമുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ പോലീസ് അടിച്ച് ഒരാളെ MLA ആക്കുന്നത്. പണ്ട് ഹക്കിം ബത്തേരി എന്ന ഒരു പോലീസ് ഓഫീസർ വളരെ നല്ലൊരു ഓഫീസറായിരുന്നു. അദ്ദേഹം എൻ്റെ ട്രെയിനിങ് പീരീഡ് സമയത്ത് എന്നോട് പറയുമായിരുന്നു, സാറേ ഞാൻ ആരെങ്കിലുമൊക്കെ അടിക്കുന്നത് നിർത്തി എന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ അടിക്കുന്നവനെയൊക്കെ പിന്നീട് സല്യൂട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് അയാളെല്ലാം പിന്നീട് MLA ആകും, മന്ത്രിയാകും. അതുകൊണ്ട് ഞാൻ ആരെയും ഇനി അടിക്കാൻ പോകുന്നില്ല എന്ന് എന്നോട് തമാശ രൂപേണ പറയാറുണ്ടായിരുന്നു. ഇത് പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു കാര്യവുമില്ലാതെ ലോക്കൽ പോലീസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അവിടെ കരിങ്കുടി മാത്രം കാണിക്കുന്ന 2 യുവാക്കളുടെ ദേഹത്ത് ആഞ്ഞു വീണ് അവരെ അടിച്ച് പിച്ചി ചീന്താൻ ശ്രമിച്ച 2 പേരെ ഇപ്പോൾ അവരുടെ പേരിൽ തുടരന്വേഷണം കോടതി പറഞ്ഞിട്ടും നടത്താതിരുന്നത് ഇപ്പോൾ നടത്തുകയാണ്. അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആ വീഡിയോ കണ്ട ആർക്കും പറയാൻ സാധിക്കും. അതിന് യാതൊരുവിധ ഒഫീഷ്യൽ പ്രൊട്ടക്ഷനും ലഭ്യമായിരുന്നില്ല. എന്നിട്ടും ആ കേസ് ക്ലോസ് ചെയ്യാൻ സഹായിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കും എതിരെ നടപടിയെടുക്കേണ്ടതാണ്. ഇത് താഴെ അടിക്കാൻ പോയ ഉദ്യോഗസ്ഥനെതിരെ മാത്രമല്ല നടപടിയെടുക്കേണ്ടത്. ആ കേസ് നിയമവിരുദ്ധമായിട്ട് തെളിവിന് എതിരായിട്ട് ഏത് ഉദ്യോഗസ്ഥനാണോ ക്ലോസ് ചെയ്യാൻ അനുവാദം കൊടുത്തത് ആ ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടിയെടുക്കേണ്ടതാണ്. എങ്കിലേ പോലീസിലെ അക്കൗണ്ടബിലിറ്റി പ്രോപ്പറായിട്ട് വരികയുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഇപ്പോഴും അത് താഴത്തെ നിലയിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നായിട്ട് മാറും. ഇത്രയും കൃത്യമായിട്ട് തെളിവുകളുണ്ടായിട്ടും ആ കോടതി കൃത്യമായിട്ടത് വീഡിയോ കണ്ട ശേഷം പറഞ്ഞിട്ടും തുടരന്വേഷണം വേണം, തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടും അത് ചെയ്യാതിരുന്നതിന് തീർച്ചയായിട്ടും സീനിയർ ഉദ്യോഗസ്ഥർ പലരും ഉത്തരവാദികളായിരിക്കും. അവർക്കെതിരെ കൂടി നടപടികൾ എടുക്കാനായിട്ട് തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലായിരുന്നു. ഒരു കാരണവുമില്ലാതെയാണ് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവർ അതിൽ നിന്ന് മാറി റോഡ് സൈഡിൽ നിന്നവർക്കെതിരെ ആക്രോശിച്ച് ആഞ്ഞടിച്ചത്, അവർക്ക് അടിയുണ്ടത്. ഏതായാലും ഇതൊരു റെക്കോർഡ് ആണ്. ഇനിയും ഇങ്ങനെ ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ അടി കിട്ടുന്നവർ പലരും പിന്നീട് MLA-മാരും പിന്നീട് മന്ത്രിമാരുമൊക്കെയായി, ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയൊക്കെയായി വന്നേക്കാം എന്നുള്ള കാര്യം കൂടി അവർക്ക് ഓർക്കാവുന്നതാണ്. ഏതായാലും ഈ കാര്യത്തിൽ അന്വേഷണം കൊണ്ട് മാത്രം നിർത്തരുത്. ആ കേസ് അത് തെളിവില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അത് ശരിയാണ്, ചെയ്ത നടപടി ശരിയാണ് എന്ന് പറഞ്ഞ് അത് എഴുതിത്തള്ളാൻ അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥൻ കൂടി ഉത്തരവാദിയായി വരുന്ന വിധത്തിൽ നടപടി ഉണ്ടായാലേ പോലീസ് നടപടി ശരിയായി പൂർത്തീകരണം ഉണ്ടാകൂ എന്ന് എനിക്ക് തോന്നുന്നു.